നമസ്കാരം. തമിഴ്നാട് നിയമസഭയിലെ ഏറ്റവും ധനികയായ ജനപ്രതിനിധിയായി ലീമ റോസ് മാർട്ടിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ടിവിക്ക് അധ്യക്ഷനും നടനുമായ വിജയുടെ ആസ്തിയുടെ ഏകദേശം 9 മടങ്ങ് സമ്പത്ത് കൈവശമുള്ള ലീമ റോസിന്റെ സ്വത്ത് വിവരങ്ങൾ വൈറലാവുന്നതിനിടെ രാഷ്ട്രീയ ബിസിനസ് ബന്ധങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. ഡെമോക്രാറ്റിക് റിഫോംസ് അസോസിയേഷന്റെ റിപ്പോർട്ട് പ്രകാരം തമിഴ്നാട് നിയമസഭയിലെ ഏറ്റവും ധനികയായ MLA ആണ് തിരുച്ചിറപ്പള്ളി ജില്ലയിലെ ലാൽഗുഡി മണ്ഡലത്തിൽ നിന്ന് AIADMK ടിക്കറ്റിൽ ജയിച്ച ലീമ റോസ് മാർട്ടിൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം അവരുടെ മൊത്തം ആസ്തി 5863 കോടി രൂപയാണ്. ഇതിൽ 139 കോടി രൂപയുടെ ജംഗമ വസ്തുക്കളും 910 കോടി രൂപയുടെ സ്ഥാവര വസ്തുക്കളും ഉൾപ്പെടുന്നു. താരതമ്യത്തിന് TVK നേതാവ് വിജയുടെ ആകെ ആസ്തി ഏകദേശം 648 കോടി രൂപ മാത്രമാണ്. അതായത് ലീമ റോസിന്റെ സമ്പത്ത് വിജയുടേതിനേക്കാൾ ഏകദേശം 9 മടങ്ങ്. ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിന്റെ ഭാര്യയാണ് ലീമ റോസ്. അവരുടെ സത്യവാങ്മൂലത്തിൽ ഭർത്താവിന്റെ സ്വത്തുക്കളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 19 കിലോഗ്രാം സ്വർണവും 1217 കാരറ്റ് വജ്രവും 131 കിലോഗ്രാം വെള്ളിയും 32 ഗ്രാം പ്ലാറ്റിനവും അവർക്ക് സ്വന്തമായുണ്ട്. കോടികൾ വിലമതിക്കുന്ന ആഡംബര കാറുകളുടെ വലിയ ശേഖരവും തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിലും അയൽ സംസ്ഥാനങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂസ്വത്തുക്കളും കെട്ടിടങ്ങളും അവരുടെ ആസ്തിയുടെ ഭാഗമാണ്. വ്യാപാര സ്ഥാപനങ്ങളിലും ബോണ്ടുകളിലുമായി വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ 60,795 വോട്ടുകൾ നേടി TVK സ്ഥാനാർത്ഥി KP കൃഷ്ണനെ 2739 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് ലീമ റോസ് വിജയിച്ചത്. ലീമ റോസിന്റെ മരുമകൻ ആദവ് അർജുന TVKയുടെ MLA ആണ്. അദ്ദേഹത്തിന്റെ ആസ്തി 535 കോടി രൂപയാണെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലീമയുടെ മകൻ ജോസ് ചാൾസ് മാർട്ടിൻ പുതുച്ചേരിയിലെ കാമരാജ് നഗർ മണ്ഡലത്തിൽ നിന്ന് LJK സ്ഥാനാർത്ഥിയായി വിജയിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ 3 അംഗങ്ങളും ഉയർന്ന സമ്പത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിലെ സിക്കിം ലോട്ടറി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ്. കേരളത്തിൽ സിക്കിം സർക്കാർ ലോട്ടറികൾ വിറ്റതുമായി ബന്ധപ്പെട്ട് 900 കോടിയിലധികം രൂപയുടെ നഷ്ടം വരുത്തിയെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന്റെ 1000 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. വിൽക്കാത്ത ടിക്കറ്റുകൾക്ക് സമ്മാനം നൽകി കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ഏകദേശം 15,000 കോടി രൂപയുടെ വിറ്റുവരവ് നടത്തിയെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇലക്ട്രൽ ബോണ്ട് വിവാദങ്ങളിലും മാർട്ടിന്റെ പേര് ഉയർന്നിട്ടുണ്ട്. ലീമ റോസ് മാർട്ടിന്റെ സമ്പത്ത് വിവരങ്ങൾ വൈറലാവുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുമുണ്ട്.